നമ്മുടെ മനസ്സ് എപ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിച്ചും വരാനിരിക്കുന്നതിനെക്കുറിച്ച് ടെൻഷനടിച്ചുമിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്കാർട്ട് ടോലെയുടെ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം പറയുന്നത് നമ്മുടെ എല്ലാം ദുരിതങ്ങളുടെ പ്രധാന കാരണം ഇതുതന്നെയാണെന്നാണ്. അപ്പോ അതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാത്തിന്റെയും തുടക്കം ഈ ഒരു ഒറ്റ ചിന്തയിൽ നിന്നായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, എനിക്ക് എന്നോടൊപ്പം ജീവിക്കാൻ വയ്യ. എന്തൊരു വിചിത്രമായ ചിന്തയാണല്ലേ? വർഷങ്ങളോളം കടുത്ത ഡിപ്രഷനിലൂടെ കടന്നുപോയ എക്കാർട്ട് ടോലെയ്ക്ക് 29-ാം വയസ്സിൽ ഒരു രാത്രി തോന്നിയ ചിന്തയാണിത്. ആ ചിന്ത ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു കാര്യം കത്തി. എനിക്ക് എന്നോടൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ രണ്ടുപേരുണ്ടെന്നാണല്ലോ. ഒന്ന് ഞാൻ, പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ആ സ്വയം. അപ്പോ ഇതില് ആരാണ് യഥാർത്ഥ ഞാൻ? ഒരുപക്ഷേ ഇതിലൊന്ന് ഒരു കെട്ടുകഥ മാത്രമാണെങ്കിലോ? ആ ഒരു രാത്രിയിലെ ആ ഒരൊറ്റ തിരിച്ചറിവ് മനുഷ്യന്റെ കഷ്ടപ്പാടുകളുടെ എല്ലാ മൂലകാരണത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതിന്റെ തുടക്കം നമ്മുടെ മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നിടത്താണ്. ഇതൊരു പെട്ടെന്നുണ്ടായ പ്രതിസന്ധിയായിരുന്നില്ല കേട്ടോ. വർഷങ്ങളായി ടോയുടെ ജീവിതം ഒരു തരം ആന്തരിക യുദ്ധം തന്നെയായിരുന്നു. എപ്പോഴും ഉത്കണ്ഠ, കടുത്ത വിഷാദം, സ്വന്തം ജീവിതത്തോട് പോലും വെറുപ്പ് തോന്നുന്നൊരവസ്ഥ. അപ്പോ ആ രാത്രിയില് ഞാൻ ഒന്നല്ല രണ്ടാണെന്ന് തിരിച്ചറിവ് വന്നതും ഠപ്പേന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് നിന്നുപോയി. അതുവരെ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്ന ചിന്തകളുടെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചു. വേദന അനുഭവിച്ചിരുന്ന ആ വ്യാജ ഞാൻ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. ഈ വ്യാജ ഞാനിനെയാണ് ടോളെ ഈഗോ എന്ന് വിളിക്കുന്നത്. ഈഗോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ കരുതുന്ന അഹങ്കാരം മാത്രമല്ല ട്ടോ ഇത് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യാജ ഐഡന്റിറ്റിയാണ്. അപ്പോ പ്രശ്നമിതാണ്, മനസ്സ് ശരിക്കും ഒരു ടോളാണ്, ഒരു ഉപകരണം. പക്ഷെ എപ്പോഴാണോ ആ ഉപകരണം നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നത്, അപ്പോ പ്രശ്നമായി. നമ്മുടെ ചിന്തകളാണ് ഞാൻ എന്ന് വിശ്വസിച്ചു തുടങ്ങുന്നു. അതാണ് എല്ലാ വേദനയുടെയും തുടക്കം. അപ്പോൾ ഈ മനസ്സ് അല്ലെങ്കിൽ ഈ ഈഗോ എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? അതിന്റെ ഏറ്റവും വലിയ ആയുധമാണ് സമയമെന്ന മിഥ്യാബോധം. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമ്മളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റുന്നതെന്ന്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ നിമിഷത്തിൽ നിൽക്കാറുണ്ടോ? ഇല്ല. അതൊന്നുകിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടും. ഈ നിമിഷത്തെ അതെപ്പോഴും അവഗണിക്കും. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ടോളെ പറയുന്നത് സമയം മുഴുവനാണ് ഉപേക്ഷിക്കാനല്ല. അദ്ദേഹം രണ്ടു തരം സമയത്തെപ്പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തേത് ക്ലോക്ക് ടൈം, അതായത് നാളെ രാവിലെ 10 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നത് പോലെയുള്ള പ്രായോഗിക കാര്യങ്ങൾ. പക്ഷെ രണ്ടാമത്തേതാണ് പ്രശ്നക്കാരൻ, സൈക്കോളജിക്കൽ ടൈം, അതായത് ഭൂതകാലത്തിലെ കുറ്റബോധവും ഭാവിയെക്കുറിച്ചുള്ള ടെൻഷനും. ഈ ആശയം പുതിയതൊന്നുമല്ല കേട്ടോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മേസ്റ്റർ എക്കാർട്ട് എന്ന ആത്മീയ ഗുരു പറഞ്ഞത് എന്താണെന്ന് കേൾക്കൂ. പ്രകാശം നമ്മിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുന്നത് സമയമാണ്. ദൈവത്തിന് സമയത്തേക്കാൾ വലിയ തടസ്സമില്ല. അപ്പോ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ സത്യത്തിലേക്കാണ്. വളരെ ലളിതമായ, പക്ഷെ നമ്മൾ എപ്പോഴും മറന്നുപോകുന്നൊരു സത്യം. നമുക്കാകെയുള്ളത് ഈ നിമിഷം മാത്രമാണ്. ജീവിതം നടക്കുന്നത് ഇപ്പോഴാണ്. ഓക്കേ, അപ്പൊ ഭൂതവും ഭാവിയുമൊക്കെ മനസ്സിന്റെ കളികളാണെങ്കിൽ പിന്നെ യഥാർത്ഥ സന്തോഷം, ആ യഥാർത്ഥ നിധി എവിടെയാണ്? ടോളെ പറയുന്നതനുസരിച്ച് അത് മറ്റെവിടെയുമല്ല, നമ്മുടെയെല്ലാം ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെയൊക്കെ അവസ്ഥ മനസ്സിലാക്കാൻ ടോളെ ഒരു കിടിലൻ കഥ കഴിയുന്നുണ്ട്. ഒരു യാചകൻ 30 വർഷമായി ഒരേ പെട്ടിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. പക്ഷെ അയാൾ ഒരിക്കലും ആ പെട്ടി തുറന്നു നോക്കിയിട്ടില്ല. അതിനകത്ത് നിറയെ സ്വർണമാണെന്നറിയാതെ അയാൾ ജീവിതകാലം മുഴുവൻ ഭിക്ഷയാചിച്ചു. ആ കഥയിലെ യാചകനോട് പെട്ടി തുറന്നു നോക്കൂ എന്ന് പറയുന്ന അപരിചിതനെപ്പോലെയാണ് ടോള് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഉള്ളിലേക്ക് നോക്കാൻ പറയുന്ന ആ അപരിചിതനാണ് ഞാൻ. ശരിക്കും നമ്മളെല്ലാവരും ആ യാചകനെപ്പോലെയാണ് അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിധി തിരിച്ചറിയാതെ നമ്മൾ പുറം ലോകത്ത് അതിനുവേണ്ടി അലയുന്നു. ഈ ഉള്ളിലെ നിധിയെ ടോളെ ബീയിങ് അല്ലെങ്കിൽ ഉണ്മ എന്നാണ് വിളിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരിക്കലും നശിക്കാത്ത ആ ജീവന്റെ അംശം, നമ്മുടെ യഥാർത്ഥ സ്വഭാവം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അതിനെ അനുഭവിക്കാൻ ഈ നിമിഷത്തിൽ ഇപ്പോൾ എന്ന യാഥാർത്ഥ്യത്തിലെത്തണം. ശരി, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഈ ഉണ്മയെ കണ്ടെത്തുന്നത്?
അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള പ്രായോഗികമായ ഒരു വഴിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്: ചിന്തകനെ നിരീക്ഷിക്കുക. നമ്മുടെ തലയ്ക്കകത്ത് എപ്പോഴും ഒരു റേഡിയോ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളില്ലേ? ആ ശബ്ദത്തെ ഒന്നും ചെയ്യാതെ വെറുതെ കേട്ടിരിക്കുക, ഒരു സാക്ഷിയെപ്പോലെ. ഇത് ചെയ്യേണ്ടതെങ്ങനെയെന്നാൽ, ഒന്നാമതായി നിങ്ങളുടെ തലയിലെ ആ സംസാരം ശ്രദ്ധിക്കുക. രണ്ടാമതായി അതിനെപ്പറ്റി നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നും ചിന്തിക്കരുത്, ജസ്റ്റ് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഹേ, ഞാനിതായി ചിന്തയെ കേൾക്കുന്നുണ്ടല്ലോ എന്ന്. ആ തിരിച്ചറിവാണ് പ്രധാനം. കാരണം നിങ്ങൾ ചിന്തയല്ല, ചിന്തയെ കേൾക്കുന്ന ബോധമാണ്. ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ ഒരു മാജിക്ക് സംഭവിക്കും. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് ഒരു പടി പുറകോട്ട് മാറും. ചിന്തകളുടെ ആ ഒഴുക്കിന് ഒരു ബ്രേക്ക് വീഴും. അപ്പൊ പിന്നെ അതിന് നിങ്ങളുടെ മേലുള്ള കൺട്രോൾ കുറയും. എപ്പോഴെങ്കിലും മനസ്സ് ഒരുപാട് അലഞ്ഞു പോകുന്നു എന്ന് തോന്നിയാൽ ടോളെ പറയുന്ന ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചാൽ മതി: ഈ നിമിഷം എന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? ആ ചോദ്യം തന്നെ നിങ്ങളെ തിരിച്ച് ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരും. അവസാനമായി വളരെ പ്രശസ്തമായ ഒരു സെൻ ചോദ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം. ഈ മാറ്റം തുടങ്ങാൻ, സന്തോഷം കണ്ടെത്താൻ ഇപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോഴാണ്? കാരണം സത്യത്തിൽ നമുക്ക് ജീവിക്കാൻ ഇപ്പോഴല്ലാതെ വേറൊരു സമയമില്ല.